ഇന്നലെ ഈവനിങ് ടെറസിൻ്റെ മുകളിലൊന്ന് കയറി. അവിടെ കുറച്ച് ക്ലീനിങ് വർക്ക് ഉണ്ടായിരുന്നു. കുറച്ച് ഇലകളൊക്കെ, പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകൾ, മാവിൻ്റെ ഇലകൾ ഒക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് കളയാമെന്ന് വിചാരിച്ച് കയറിയതാണ്. കയറിയപ്പോൾ പാഷൻ ഫ്രൂട്ട് ഒരുപാട് ഉണ്ടായി കിടക്കണം. താഴ്ന്ന് പടർത്തിയതാണ് മുകളിലേക്ക്. താഴ്ന്ന് പടർത്തി അത് മുകളിൽ ചെന്ന് പാരപ്പറ്റിൽ കുറച്ച് വടികളൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് കമ്പികളും കയറുകളൊക്കെ സപ്പോർട്ടിന് കൊടുത്തിട്ട് നിറയെ പടർന്ന് പന്തലിച്ച് നൂറുകണക്കിന് പൂക്കളും നൂറുകണക്കിന് കൊച്ചു കായകളും ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം കുറേശ്ശെ പഴുക്കാറായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ പലതും അടുത്തന്നെ പഴുക്കും. ഒരു 2 വീക്സ് 3 വീക്സിലെല്ലാം പഴുക്കും. നല്ല വലുപ്പമുള്ള പാഷൻ ഫ്രൂട്ടാണ്. അവിടെ അതിൻ്റെ ഒരു പൂ നിങ്ങൾക്ക് കാണാം. പൂവിൽ വണ്ടുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് തേൻ കുടിക്കാൻ. ഒരുപാട് പൂമൊട്ടുകൾ, പൂക്കൾ, വിരിഞ്ഞ് കഴിഞ്ഞ പൂക്കൾ, ചുങ്ങിയ പൂക്കൾ, വിടർന്ന പൂവ്, പിന്നെ കായകൾ, പച്ച കായകൾ നിങ്ങൾക്ക് കാണാം. അതിൽ നല്ല ഡാർക്ക് ഗ്രീനാണ്, മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചെറുതാണ്, ഇതിൻ്റെ ഒരു ഇരട്ടി വലിപ്പം വരും. ഒരു മാതിരി വലിപ്പം വന്നത് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ പടർന്ന് പന്തലിച്ച് അതിമനോഹരമായിട്ട് നല്ല ഗ്രീനറി ആക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണത്. ഇത് കുറേശ്ശെ പഴുത്തു തുടങ്ങി, മഞ്ഞപ്പ് വീണ് തുടങ്ങി. ഇതൊരു ഒരാഴ്ച അല്ലെങ്കിൽ 10 ഡേയ്സിൽ പൊട്ടിച്ച് കഴിക്കാം, നല്ല മഞ്ഞയാവും. അതിൻ്റെ അപ്പുറത്ത് ഇതാ നിൽക്കണം, അതൊക്കെ കുറേശ്ശെ മൂത്ത് തുടങ്ങിയതാണത്. ഒരുപാട് മൂത്തിട്ടില്ല, കുറേശ്ശെ മൂപ്പായി വരുന്നു. ഒരു 2 വീക്സ്. ഒരുപാടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇലയുടെ അതേ കളറാണ്, പെട്ടെന്ന് കാണില്ല. ഒരുപാട് പഴം, കുഞ്ഞിയ കായകൾ, വലിയ കായകളൊക്കെ ഉണ്ട്. പഴമായിട്ടില്ല. ഒരെണ്ണം കുറച്ച് മഞ്ഞപ്പായിട്ടുണ്ട്, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല രുചിയുള്ള പാഷൻ ഫ്രൂട്ടാണിത്. ഞാൻ നട്ട് വളർത്തിയതാണ്. ഞാൻ കഴിച്ച പഴത്തിൻ്റെ കുരു നട്ടതാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇവിടെ വർഷങ്ങളായിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട്. ഞാൻ കുറേ മാവിലൊക്കെ പടർത്തിയിരുന്നു. എനിക്ക് 3-4 വലിയ മാവുകളുണ്ട്. അതിലൊക്കെ പടർത്തി കഴിഞ്ഞാൽ അത് മാവിൻ്റെ അങ്ങ് അറ്റം വരെ പോവും. അവിടെ നമുക്ക് ഇഷ്ടം പോലെ വീണ് കിട്ടും. നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഞെട്ടുറപ്പ് കുറവാണ്, പെട്ടെന്ന് പൊട്ടി വീഴും. വവ്വാലോ അണ്ണാനോ കിളികളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം പിടിക്കുമ്പോഴേക്കും അത് താഴേക്ക് വീഴും. അപ്പോൾ നമുക്ക് ധാരാളം കിട്ടും. അധികം പഴുക്കാത്തതാണെങ്കിൽ ഞെട്ടുറപ്പ് കൂടുതലാണ്. അപ്പോൾ കിളികളും വവ്വാലൊക്കെ തിന്നിട്ട് പകുതി താഴ്ത്തിക്കിടും, അല്ലെങ്കിൽ കാഭാഗം താഴ്ത്തിക്കിടും. അങ്ങനെയാണ് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അങ്ങനെയാണ്. പക്ഷേ ടെറസിൻ്റെ മുകളിലേക്ക് ആ വവ്വാലിൻ്റെ ശല്യം കുറവാണ്, വളരെ കുറവാണ്. അവിടെ ആൾപ്പെരുമാറ്റമുള്ളതുകൊണ്ട് അവർ വരില്ല. മരങ്ങളൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് വന്ന് മാവ് പോലെ, പ്ലാവ് പോലെ ഒക്കെ ആണെങ്കിൽ വന്ന് ഒരുപാട് കടിച്ച് താഴിടും. അത് അവർക്കും കുറച്ച് ഭക്ഷണം കിട്ടും, ബാക്കി വേസ്റ്റാവും. എന്തായാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ കണ്ടത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങൾ മൊത്തം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വീഡിയോസ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. 3 മിനിറ്റ് മുതൽ 22 മിനിറ്റ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇത് ഇന്നലെ ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല. പിന്നെ അത് വീഡിയോ ആക്കി മാറ്റി. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ കാണാൻ പറ്റിയിട്ടാണെന്ന് വിചാരിച്ചു. പൂ അതിമനോഹരമാണ്, അമേസിങ് ഡിസൈനാണ് പൂവിൻ്റെ. അതിമനോഹരമായിട്ടുള്ള പൂവാണ്. വണ്ടുകൾ ഒരുപാട് വരും. 1-2 വണ്ട് വന്നിരുന്ന് തേൻ കുടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പൂവിൽ വണ്ടുകൾ വന്നിരുന്ന് തേൻ കുടിക്കുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് അധികം വൈകാതെ റിലീസ് ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.